ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ജയ് ശ്രീരാം. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. സീതാസ്വയംവരം. വിശ്വാമിത്രനും പരമാനന്ദം പ്രാപിച്ചപ്പോൾ വിശ്വനായകൻ തന്നോടെ വണ്ണമരുൾ ചെയ്താൻ, ബാലകന്മാരെ പോക മിഥിലാപുരിക്കു നാം കാലവും വൃഥാ കളഞ്ഞിടുകയരുതല്ലോ. യാഗവും മഹാദേവജാപവും കണ്ടു പിന്നെ വേഗമോടയോധ്യയും ബുക്കുതാതനെ കാണാം. ഇത്തരം അരുൾ ചെയ്തു ഗംഗയും കടന്നവർ സത്വരം ചെന്നു മിഥിലാപുരമകം ബുക്കും. മുനിനായകനായ കൗശികൻ വിശ്വാമിത്രൻ മുനിവാടം പ്രാപിച്ചെന്നതു കേട്ട നേരം മനസ്സി നിറഞ്ഞൊരു പരമാനന്ദത്തോടും ജനകമഹീപതി സംഭ്രമസമന്വിതം പൂജാസാധനങ്ങളുമെടുത്തു ഭക്തിയോടും ആചാര്യനോടും ഋഷിവാടം പ്രാപിച്ച നേരം അമോദപൂർവം പൂജിച്ചാചാരം പൂണ്ടു നിന്ന് രാമലക്ഷ്മണന്മാരെ കാണായി നൃപേന്ദ്രനും. ചന്ദ്രസൂര്യന്മാരെന്ന പോലെ ഭൂപാലേശ്വര നന്ദനന്മാരെ കണ്ടു ചോദിച്ചു നൃപേന്ദ്രനും. കന്ദർപ്പൻ കണ്ടു വന്ദിച്ചിടിന് ജഗദേകസുന്ദരന്മാരാം ഇവരാരെന്നു കേൾപ്പിക്കണം. നരനാരായണന്മാരാകിയ മൂർത്തികളോ നരവീരാകാരം കൈക്കൊണ്ടു കാണായിതിപ്പോൾ. വിശ്വാമിത്രനും അതു കേട്ടരുൾ ചെയ്തിടിനാൻ, വിശ്വസിച്ചാലും മമ വാക്യം നീ നരപതിയും. വീരനാം ദശരഥൻ തന്നുടെ പുത്രന്മാരിൽ ശ്രീരാമൻ ജ്യേഷ്ഠനിവൻ, ലക്ഷ്മണൻ മൂന്നാമവൻ. എന്നുടെ യാഗം രക്ഷിച്ചിടുവാൻ ഇവരെ ഞാൻ ചെന്നു കൂട്ടിക്കൊണ്ടുപോന്നിടിനേൻ ഇതുകാലം. കാടകം പൊക്ക നേരം വന്നൊരു നിശാചരി താടക ഒരു ബാണം കൊണ്ടെയ്തു കൊന്നാൻ. പേടിയും തീർന്നു സിദ്ധാശ്രമവും ബുക്കു യാഗമാടൽ കൂടാതെ രക്ഷിച്ചിടിനാൻ വഴി പോലെ. ശ്രീപാദാംബുജരജസ്പൃഷ്ടി കൊണ്ട ഹല്യതൻ പാപവും നശിപ്പിച്ചു പാവനയാക്കിയിടിനാൻ. പരമേശ്വരമായ ജാപത്തെ കാൺമാനുള്ളിൽ പാരമാഗ്രഹമുണ്ടു, നീ അതു കാട്ടിയിടണം. ഇത്തരം വിശ്വാമിത്രൻ തന്നുടെ വാക്യം കേട്ടു സത്വരം ജനകനും പൂജിച്ചു വഴി പോലെ. സൽക്കാരയോഗ്യന്മാരാം രാജപുത്രന്മാരെ കണ്ടുൾക്കൊരുന്നെങ്കൽ പ്രീതി വർദ്ധിച്ച ജനകനും തന്നുടെ സജീവനെ വിളിച്ചു നിയോഗിച്ചു ചെന്നു നീ വരുത്തേണം ഈശ്വരനുടെ ജാപം എന്നതു കേട്ടു മന്ത്രിപ്രവരൻ നടകൊണ്ടാൻ. അന്നേരം ജനകനും കൗശികനോടു ചൊന്നാൻ, രാജനന്ദനനായ ബാലകൻ രഘുവരൻ രാജീവ വിലോചനൻ സുന്ദരൻ ദാശരഥി വില്ലിതു കുലച്ചുടൻ വലിച്ചു മുറിച്ചീടിൽ വല്ലഭനിവൻ മമ നന്ദനയ്ക്കെന്നു നൂനം. എല്ലാം ഈശ്വരനെന്നേ ചൊല്ലാവതെനിക്കിപ്പോൾ വില്ലിഹ വരുത്തിയിടുകെന്നരുൾ ചെയ്തു മുനി. കിങ്കരന്മാരെ നിയോഗിച്ചതു മന്ത്രീന്ദ്രനും ഹുങ്കാരത്തോടെ വന്നു ചാപവാഹകന്മാരും. സത്വരം 5000 കിങ്കരന്മാരും കൂടി മൃത്യുശാസന ജാപമെടുത്തുകൊണ്ടുവന്നാർ. ഖണ്ഡാസഹസ്രമണി വസ്ത്രാദി വിഭൂഷിതം കണ്ടാലും ത്രയംബകം എന്നിതു മന്ത്രീന്ദ്രനും. ചന്ദ്രശേഖരുടെ പള്ളിവിൽ കണ്ടു രാമ ചന്ദ്രനുമാനന്ദം ഉൾക്കൊണ്ടു വന്ദിച്ചിടിനാൻ. വില്ലെടുക്കാമോ കുലച്ചിടാമോ വലിക്കാമോ ചൊല്ലുകെന്നതു കേട്ടു ചൊല്ലിനാൻ വിശ്വാമിത്രൻ. എല്ലാമാകുന്നതു ചെയ്താലും മടിക്കേണ്ട, കല്യാണം ഇതുമൂലം വന്നുകൂടിയിടുമല്ലോ. മന്ദഹാസവും പൂണ്ടു രാഘവൻ അതു കേട്ടു മന്ദം പോയി ചെന്നു നിന്നു കണ്ടിതു ചാപം. ജ്വലിച്ച തേജസ്സോടുമെടുത്തു വേഗത്തോടെ കുലച്ചു വലിച്ചുടൻ മുറിച്ചു ജിതശ്രമം. നിന്നരുളുന്ന നേരം ഈ 7 ലോകങ്ങളും ഒന്നു മാറ്റൊലിക്കൊണ്ട് വിസ്മയപ്പെട്ടു ജനം. പാട്ടും ആട്ടവും കൂത്തും പുഷ്പവൃഷ്ടിയും ഒരു കൂട്ടമേ വാദ്യങ്ങളും മംഗലസ്തുതികളും
ദേവകളൊക്കെ പരമാനന്ദം പൂണ്ടു ദേവദേവനെ സേവിക്കയും അപ്സര സ്ത്രീകളെല്ലാം ഉത്സാഹം കൈക്കൊണ്ടു വിശ്വേശ്വരനുടെ വിവാഹോത്സവാരംഭഘോഷം കണ്ടു കൗതുകം പൂണ്ടാർ. ജനകൻ ജഗൽ സ്വാമിയാകിയ ഭഗവാനെ ജനസംസതി ഗാഢാശ്ലേഷവും ചെയ്താനല്ലോ. ഇടിവെട്ടിടും വണ്ണം വിൽമുറിഞ്ഞൊച്ച കേട്ടു നടുങ്ങി രാജാക്കന്മാർ ഉരകങ്ങളെ പോലെ. മൈഥിലിമയിൽ പേട പോലെ സന്തോഷം പൂണ്ടാൽ കൗതുകമുണ്ടായി വന്നു ചേതസി കൗശികനും. മൈഥിലി തന്നെ പരിചാരികമാരും നിജ മാതാക്കന്മാരും കൂടി നന്നായി ചമയിച്ചാർ. സ്വർണവർണ്ണത്തെ പൂണ്ട മൈഥിലി മനോഹരി സ്വർണഭൂഷണങ്ങളും അണിഞ്ഞു ശോഭയോടെ. സ്വർണമാലയും ധരിച്ചാതലാൽ മന്ദം മന്ദം അർണോജനേത്രൻ മുമ്പിൽ സത്രവം വിനീതയായി വന്നുടൻ നേത്രോൽപലമാലയും ഇട്ടാൾ മുന്നേ. പിന്നാലെ വരണാർത്ഥമാലയും ഇട്ടിടിനാൾ. മാലയും ധരിച്ചു നീലോൽപല കാന്തി തേടും ബാലകൻ ശ്രീരാമനുമേറ്റവും വിളങ്ങിനാൻ. ഭൂമിനന്ദനയ്ക്കനുരൂപനായി ശോഭിച്ചിടും ഭൂമി ബാലകൻ തന്നെ കണ്ടവർകളും ആനന്ദാംബുധി തന്നിൽ വീണുടൻ മുഴുകിനാർ. മാനവവീരൻ വാഴ്കെന്നാശിയും ചൊല്ലിയിടിനാർ. അന്നേരം വിശ്വാമിത്രൻ തന്നോടു ജനകനും വന്ദിച്ചു ചൊന്നാൻ, ഇനി കാലത്തെ കളയാതെ പത്രവും കൊടുത്തയച്ചിടേണം ദൂതന്മാരെ സത്വരം ദശരഥ ഭൂപനെ വരുത്തുവാൻ. വിശ്വാമിത്രനും മിഥിലാധിപൻ താനും കൂടി വിശ്വാസം ദശരഥൻ തനിക്കു വരും വണ്ണം നിശേഷ വൃത്താന്തങ്ങൾ എഴുതി അയച്ചിതു വിശ്രമത്തോടു നടകൊണ്ടിതു ദൂതന്മാരും. സാകേതപുരിപുക്കു ഭൂപാലൻ തന്നെ കണ്ടു ലോകൈകാധിപൻ കയ്യിൽ കൊടുത്തു പത്രമതും. സന്ദേശം കണ്ടു പങ്ക്തി സ്യന്തനൻ താനും ഇനി സന്ദേഹമില്ല പുറപ്പെടുകന്നുര ചെയ്തു. അഗ്നിമാനുപാധ്യായനാകിയ വസിഷ്ഠനും പത്നിയാം അരുന്ധതി താനുമായി പുറപ്പെട്ടു. കൗതുകം പൂണ്ടു ചതുരംഗവാഹിനിയോടും കൗസല്യാദികളായ ഭാര്യമാരോടും കൂടി ഭരതശത്രുഘ്നന്മാരാകിയ പുത്രന്മാരും പരമോത്സവയോഗ്യവാദ്യഘോഷങ്ങളോടും മിഥിലാപുരമുഖം ബുക്കിതു ദശരഥൻ. മിഥിലാധിപൻ താനും എതിരേറ്റുകൊണ്ടാൻ. വന്ദിച്ചു സദാനന്ദൻ തന്നോടും കൂടെ ചെന്നു വന്ധ്യനാം വസിഷ്ഠനെ തതനു പത്നിയെയും അർഘ്യപാദ്യാദികളാൽ അർച്ചിച്ചു യഥാവിധി സൽക്കരിച്ചിതു യഥായോഗ്യം ഊർവീന്ദ്രൻ താനും. രാമലക്ഷ്മണന്മാരും വന്ദിച്ചു പിതാവിനെ സാമോദം വസിഷ്ഠനാമാചാര്യപാദാബ്ജവും തൊഴുതു മാതൃജനങ്ങളെയും യഥാക്രമം തൊഴുതു ശ്രീരാമപാദാംഭോജമനുജന്മാർ. തൊഴുതു ഭരതനെ ലക്ഷ്മണകുമാരനും തൊഴുതു ശത്രുഘ്നനും ലക്ഷ്മണപാദാംഭോജം വക്ഷസി ചേർത്തു താതൻ രാമനെ പുണർന്നിട്ടു ലക്ഷ്മണനെയും ഗാഢാശ്ലേഷവും ചെയ്തിടിനാൻ. ജനകൻ ദശരഥൻ തന്നുടെ കൈയും പിടിച്ചനുമോദത്തോടുര ചെയ്തിതു മധുരമായി. 4 കന്യകമാരുണ്ടെനിക്കു കൊടുപ്പാനായി 4 പുത്രന്മാർ ഭവാൻ തനിക്കുണ്ടല്ലോ താനും. ആകയാൽ 4 കുമാരന്മാർക്കും വിവാഹം ചെയ്താകിലോ നിരൂപിച്ചാലേതുമേ മടിക്കേണ്ട. വസിഷ്ഠൻ താനും ശതാനന്ദനും കൗശികനും വിധിച്ചു മുഹൂർത്തവും 4 യഥാക്രമം. ചിത്രമായിരിപ്പൊരു മണ്ഡപതും തീർത്തു മുത്തുമാലകൾ പുഷ്പഫലങ്ങൾ തൂക്കി നാനാരത്നമണ്ഡിത സ്തംഭതോരണങ്ങളും നാട്ടി രത്നമണ്ഡിത സ്വർണപീഠവും വെച്ചു ഭക്ത്യാം ശ്രീരാമപാദാംഭോജം കഴുകിച്ചനന്തരം ഭേരുദുന്ധുവിമുഖ്യവാദ്യഘോഷങ്ങളോടും ഹോമവും കഴിച്ചു തൻ പുത്രിയാം വൈദേഹിയെ രാമനു നൽകിയിടിനാൻ ജനകമഹീന്ദ്രനും. ത്വൽപാദതീർത്ഥം നിജശിരസി ധരിച്ചുടൻ ഉൾപ്പുളകാംഗത്തോടെ നിന്നിതു ജനകനും. യാതൊരു പാദതീർത്ഥം ശിരസി ധരിക്കുന്നു ഭൂദേശവിധി മുനീന്ദ്രാദികൾ ഭക്തിയോടെ. ഊർമിള തന്നെ വേട്ടു ലക്ഷ്മണകുമാരനും കാമ്യാങ്കിമാരാം ശ്രുതകീർത്തിയും മാണ്ഡവിയും ഭരതശത്രുഘ്നന്മാർ തമ്മുടെ പത്നിമാരായി പരമാനന്ദം പൂണ്ടു വസിച്ചാർ എല്ലാവരും.
കുശികാത്മജനോടും വസിഷ്ഠനോടും കൂടി വിശദസ്മിതപൂർവം പറഞ്ഞു ജനകനും. മുന്നം നാരദന്നരുൾ ചെയ്തു കേട്ടിരിപ്പൂ ഞാൻ എന്നുടെ മകളായ സീതാവൃത്താന്തമെല്ലാം. യാഗഭൂദേശം വിശുദ്ധ്യർത്ഥമായി ഉഴുതപ്പോൾ ഏകദാ സീതാമധ്യേ കാണായി കന്യാരത്നം. ജാതയായൊരു ദിവ്യകന്യക തനിക്കു ഞാൻ സീതയെന്നൊരു നാമം വിളിച്ചേൻ അതുമൂലം. പുത്രിയായി വളർത്തു ഞാനിരിക്കും കാലത്തിങ്കൽ അത്ര നാരദൻ എഴുന്നള്ളിനാൻ ഒരു ദിനം. എന്നോട് മഹാമുനിതാനരുൾ ചെയ്താനപ്പോൾ നിന്നുടെ മകളായ സീതാവൃത്താന്തം കേൾനീ. പരമാനന്ദമൂർത്തി ഭഗവാൻ നാരായണൻ പരമാത്മാവാം അജൻ ഭക്തവത്സലൻ നാഥൻ ദേവകാര്യാർത്ഥം പങ്ക്തിഖണ്ഡ നിഗ്രഹത്തിനായി ദേവേന്ദ്ര വിരിഞ്ച രുദ്രാദികൾ അർത്ഥിക്കയാൽ ഭൂമിയിൽ സൂര്യാന്വയേ വന്നവതരിച്ചിതു രാമനായി മായാമർത്യവേഷം പൂണ്ടറിഞ്ഞാലും. യോഗേശൻ മനുഷ്യനായിടുമ്പോൾ ഇതുകാലം യോഗമായാദേവിയും മാനുഷവേഷത്തോടെ ജാതയായിതു തവ വേശ്വനി തൽക്കാരണാൽ സാദരം ശ്രീരാമനു കൊടുക്കമടിയാതെ ഇത്തം നാരദൻ അരുളി ചെയ്തു മറഞ്ഞിതു. പുത്രിയായി വളർത്തിതു ഭക്തി കൈക്കൊണ്ടു ഞാനും. സീതയെ ശ്രീരാഘവനെങ്ങനെ കൊടുക്കാവൂ ചേതസ് നിരൂപിച്ചാൽ എങ്ങനെ അറിയുന്നു എന്നതോർത്തിരിക്കുമ്പോൾ ഒന്നു മാനസേ തോന്നി പന്നകവിഭൂഷണൻ തന്നനുഗ്രഹശക്തിയാ. മൃത്യുശാസനജാപം മുറിച്ചിടുന്ന പുമാൻ ഭർത്താവാകുന്നതു മൽപുത്രിക്കെന്നൊരു പണം ചിത്തത്തിൽ നിരൂപിച്ചു വരുത്രീ നൃപന്മാരെ. ശക്തിയില്ലിതിനെന്നു പൃഥ്വിപാലകന്മാരും ഉത്തതഭാവമെല്ലാം അകലെ കളഞ്ഞുടൻ ബുദ്ധിയും കെട്ടുപോയങ്ങടങ്ങിക്കൊണ്ടാരല്ലോ. അത്ഭുത പുരുഷനാം ഉൽപ്പല നേത്രൻ തന്നെ ത്വൽപ്രസാദത്താൽ എന്നു സിദ്ധിച്ചേൻ ഭാഗ്യവശാൽ. ദർപ്പകസമനായ ചിൽപുരുഷനെ നോക്കി പിൽപ്പാട് തെളിഞ്ഞുര ചെയ്തിതു ജനകനും. അദ്യമേ സഫലമായി വന്നു മാനുഷജന്മം ഖദ്യോതായുധ സഹസ്രോദ്യോതരൂപത്തോടും ഖദ്യോതാന്വയേ പിറന്നോരു നിന്തിരുവടി വിദ്യുൽ സംയുതമായ ജീമൂതമെന്ന പോലെ. ശക്തിയാം ദേവിയോടും യുക്തനായി കൺകമൂലം ഭക്തൽവത്സലാമമ സിദ്ധിച്ചു മനോരഥം. രക്തപങ്കജരണാഗ്രേ സന്തതം മമ ഭക്തി സംഭവിക്കണം മുക്തിയും ലഭിക്കണം. ത്വൽപാദാംബുജഗളിതാംബുബിന്ദുക്കൾ ധരിച്ചുൽപ്പലോത്ഭവൻ ജഗത്തൊക്കവേ സൃഷ്ടിക്കുന്നു. ത്വൽപാദാംബുജലളിതാംബുധാരണം കൊണ്ടു സർപ്പഭൂഷണൻ ജഗത്തൊക്കെ സംഹരിക്കുന്നു. ത്വൽപാദാംബുജഗളിതാംബുധാരണം കൊണ്ടു സൽപുമാൻ മഹാബലി സിദ്ധിച്ചാനൈന്ദ്രിയം പദം. ത്വൽപാദാംബുജരജസ്പൃഷ്ടി കൊണ്ട ഹല്യയും കിൽബിഷത്തോടു വേർപ്പെട്ടു നിർമ്മലയായാൽ നിന്തിരുവടിയുടെ നാമകീർത്തനം കൊണ്ടു ബന്ധവും മകന്നു മോക്ഷത്തെയും പ്രാപിക്കുന്നു. സന്തതം യോഗസ്ഥന്മാരാകിയ മുനീന്ദ്രന്മാർ ചിന്തിക്കായി വരേണമേ പാദപങ്കജദ്വയം. യുദ്ധം ഓരോന്നേ ചൊല്ലി സ്തുതിച്ചു ജനകനും ഭക്തി കൈക്കൊണ്ടു കൊടുത്തിടിനാൻ മഹാധനം. കരികളറുന്നൂറും 10,000 തേരും തുരകങ്ങളെയും നൽകിടിനാൻ 100,000. പത്തിയും 1,00,300 ദാസികളും വസ്ത്രങ്ങൾ ദിവ്യങ്ങളായുള്ളതും ബഹുവിധം. മുത്തുമാലകൾ ദിവ്യരത്നങ്ങൾ പലതരം പ്രത്യേകം 100 കോടി കാഞ്ചനഭാരങ്ങളും സീതാദേവിക്കു കൊടുത്തിടിനാൻ ജനകനും പ്രീതി കൈക്കൊണ്ടു പരിഗ്രഹിച്ചു രാഘവനും. വിധിനന്ദന പ്രമുഖന്മാരാം മുനികളെ വിധിപൂർവകം ഭക്ത്യാ പൂജിച്ചു വണങ്ങിനാൻ. സമ്മാനിച്ചു സുമന്ത്രാദി മന്ത്രികളെയും സമ്മോദം പൂണ്ടു ദശരഥനും പുറപ്പെട്ടു കൽമഷം മകന്നൊരു ജനകനൃപേന്ദ്രനും തന്മകളായ സീത തന്നെയും ആശ്ലേഷിച്ചു. നിർമ്മലഗാത്രിയായ പുത്രിക്കു പതിവ്രതാധർമ്മങ്ങളെല്ലാം ഉപദേശിച്ചു വഴി പോലെ ചിന്മയന്മായാമയനായ രാഘവൻ നിജ ധർമ്മധാരങ്ങളോടും കൂടവേ പുറപ്പെട്ടു.
മൃദംഗാനകഭേരീ തുല്യഘോഷങ്ങളോടും മൃദുനാദങ്ങൾ തേടും വീണയും കുഴലുകൾ ശൃംഗകാഹളങ്ങളും മദ്ദളമിടയ്ക്കകൾ രസപരിപൂർണ വേഷങ്ങളോടും ആനതേർക്കുതിരകാലാളായ പടയോടും ആനന്ദമോടും പിതൃമാതൃഭ്രാതാക്കളോടും കൗശികവസിഷ്ഠാദി താപസേന്ദ്രന്മാരായ ദേശികന്മാരോടും ഭൃത്യാമാത്യാദികളോടും വേഗമോടയോധ്യയ്ക്കാം മാറങ്ങു തിരിച്ചപ്പോൾ ആകാശദേശേ വിമാനങ്ങളും നിറഞ്ഞുതേ. സന്നാഹത്തോടു നടന്നിടുമ്പോൾ ജനകനും പിന്നാലെ ചെന്നു യാത്രയച്ചോരനന്തരം വെൺകൊറ്റക്കുട തഴ വെൺചാമരങ്ങളോടും തിങ്കൾ മണ്ഡലം തൊഴുമാലവട്ടങ്ങളോടും ചെങ്കൊടിക്കൂറകളും കൊണ്ടങ്കിതധ്വജങ്ങളും കുങ്കുമമലയജ കസ്തൂരിഗന്ധത്തോടും നടന്നു വിരവോടു 3 യോജന വഴി കടന്ന നേരം കണ്ടു ദുർനിമിത്തങ്ങളെല്ലാം. ഭാർഗവ ദർപ്പ ശമനം. അന്നേരം വസിഷ്ഠനെ വന്ദിച്ചു ദശരഥൻ ദുർനിമിത്തങ്ങളുടെ കാരണം ചൊല്ലുകെന്നാൻ. മന്നവാ കുറഞ്ഞോരു ഭീതിയുണ്ടാകുമിപ്പോൾ പിന്നീടമഭയവും ഉണ്ടാമെന്നറിഞ്ഞാലും ഏതുമേ പേടിക്കേണ്ട നല്ലതേ വന്നുകൂടു. ഖേദവും ഉണ്ടാകേണ്ട കീർത്തിയും വർദ്ധിച്ചിടും. ഇത്തരം വിധിസുതൻ അരുളി ചെയ്യും നേരം പദ്ധതി മധ്യേ കാണായി വന്നു ഭാർഗവനെയും. നീലനീരത നിഭ നിർമ്മല വർണ്ണത്തോടും നീലലോഹിത ശിഷ്യൻ ബടവാനലസമൻ ക്രുദ്ധനായി പരശുബാണാസനങ്ങളും പൂണ്ടു പദ്ധതി മധ്യേ വന്നു നിന്നപ്പോൾ ദശരഥൻ ബദ്ധസാധ്വസം വീണു നമസ്കാരവും ചെയ്താൻ. ബുദ്ധിയും കെട്ടുനിന്നു മറ്റുള്ള ജനങ്ങളും ആർത്തനായി പങ്ക്തിരഥൻ ഭാർഗവരാമൻ തന്നെ പേർത്തു വന്ദിച്ചു ഭക്ത്യാ കീർത്തിച്ചാൻ പലതരം. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ജയ് ശ്രീരാം.